ഒരിക്കൽ നടന്നൊരു സംഭവമിത്. അതേ പ്രിയമുള്ളവരെ, ഒരിക്കൽ ബെത്ലഹേമിൽ നടന്നൊരു സംഭവ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എൻ്റെ കഥയുടെ പേര് ലോകരക്ഷകൻ. വിശ്വകാരണ ഊതാ നമിക്കുന്നു നിന്നെ, വിശ്വരക്ഷകനാഥ. സർവലോകർക്കും ആശാകിരണമായി സർവശോകവിനാശകരായി വാഴുകയെന്നും നീ ദേവാ, കരുണാമയനീ ദേവാ, കരുണാമയനീ ദേവാ. യൂദ ചക്രവർത്തി ഹെരോദ് അവൻ ഓർക്കുമില്ല. തൻ്റെ കൊട്ടാരത്തിൽ ഒരു പ്രാന്തനെ പോലെ അയാൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആരെവിടെ? ആ പണ്ഡിതന്മാരെത്തിയോ? ഇല്ല മഹാരാജൻ, ഇതുവരെ എത്തിയിട്ടില്ല. പിന്നെ അവർ പറഞ്ഞത് വാസ്തവമാണ്. ബെത്ലഹേമിൽ ഒരു ദിവ്യശിശു പറഞ്ഞിട്ടുണ്ട്. എന്ത്? പ്രവചനം സത്യമായിരിക്കുന്നു. ആരെവിടെ? ബെത്ലഹേമിലും പരിസരത്തുമുള്ള സർവ്വ ആൺകുട്ടികളെയും 2 വയസ്സിൽ താഴെ പ്രായമുള്ള സർവ്വ ആൺകുട്ടികളെയും നിഗ്രഹിക്കുക. ഇത് ഹെരോദാവിന്റെ കൽപ്പനയാകുന്നു. വേമാട്ടെ. ഉത്തരവ് കേട്ടയുടൻ രാജകുമാരന്മാർ ആയുധങ്ങളുമായി പരക്കം വാങ്ങി വീട് വീടാന്തരം കയറിയാക്കി അവർ അമ്മമാരുടെ കൈകളിൽ നിന്ന് പിഞ്ചു കുഞ്ഞുങ്ങൾ പിടിച്ചു വാങ്ങി അരിഞ്ഞു തള്ളി. ബെത്ലഹേമിലും പരിസരത്തിങ്കലും രാജാഭടന്മാരോടി നടന്നു. കുഞ്ഞുമക്കൾ ചെങ്കണ്ണവാളങ്ങളിൽ വാളുമായി ചെന്നാത്തു ചിരിച്ചവർ. എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? എന്റെ കുഞ്ഞിനെ എന്ത് ചെയ്യുന്നു? ബെത്ലഹേം പ്രകമ്പനം കൊണ്ട് അമ്മമാരുടെ ആർത്തനാദത്തെ അന്തരീക്ഷം മോഹിതമായി ബെത്ലഹേമിന്റെ മണ്ണിലുള്ള നിരന്തരം ഒഴുകിപ്പരന്നു. ബെത്ലഹേമിന്റെ മണ്ണിലുള്ള നിരന്തരം ഒഴുകിപ്പരന്നു. ബെത്ലഹേം മണ്ണ് മുഴുവൻ ചുവന്നു. കീറിയ ഷോളപുഷ്പങ്ങളെ പോലെ ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ശരീരഭാഗങ്ങൾ ചിതറിക്കിടക്കുന്നു. കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട അമ്മമാരുടെ കൂട്ടക്കരച്ചിൽ. അതിൽ ചിലർ ദുഃഖം സഹിക്കാതെ ഹൃദയം പൊട്ടി മരിച്ചു. ചിലർ ആത്മഹത്യ ചെയ്തു. അതാ ദുഷ്ടനായ ഹെരോദ് അത് ആചരിക്കുന്നു. വധിക്കപ്പെട്ട കുട്ടികളുടെ കൂട്ടത്തിലും യേശു ഉൾപ്പെട്ടിട്ടുണ്ടാവും. ലോകരക്ഷകൻ എവിടെ? ഈ ലോകരക്ഷകൻ പക്ഷേ ആ ഊഢാത്മാവിന്റെ കണക്കൂട്ടിൽ അസ്ഥാനത്തായിരുന്നു. ഈ നീചൻ ശിശുഹത്യയ്ക്ക് ഉത്തരവിടുന്ന തലേദിവസം രാത്രി ജോസഫിന് ദൈവത്തിന്റെ വെളിപാടുണ്ടായി. ജോസഫേ, ഇന്ന് രാത്രി തന്നെ നീയും നിന്റെ കുടുംബവും ജെറുസലേം വിട്ടുപോകുക. യേശുവിന്റെ ജീവൻ അപകടത്തിലാണ്. നീയും നിന്റെ കുടുംബവും ഈജിപ്തിലേക്ക് രക്ഷപ്പെടുക. അന്ന് രാത്രി തന്നെ ജോസഫും കുടുംബവും ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു. അന്ന് തന്നെ ഹെരോദിന്റെ കഷ്ടകാലവും ആരംഭിച്ചു. മനുഷ്യരെ കൊന്നും കൊല വീഴിച്ചും കുടിലാതന്ത്രങ്ങൾ മെനഞ്ഞ ഹെരോദ് മനുഷ്യരെ കൊന്നും കൊല വീഴിച്ചും കുടിലാതന്ത്രങ്ങൾ മെനഞ്ഞ ഹെരോദ് സർവവും തന്നെ നശിപ്പിക്കുമെന്നോർത്ത് സർവ്വത്തിൽ സംശയഗ്രസ്തനായി മാറി. ഹെരോദിന്റെ സമുദ്രം നഷ്ടപ്പെട്ടു. അവൻ ചെയ്ത കൊടും പാവങ്ങളെ അയാളെ വേട്ടയാടാൻ തുടങ്ങി. വൈദ്യർ, പണ്ഡിതന്മാർ, ഭാര്യ, മക്കൾ, മിത്രങ്ങൾ തുടർന്ന് എല്ലാവരെയും വെള്ളത്തിൽ മുക്കിയും നെഞ്ചിൽ ആണി തരച്ചും കരചടങ്ങൾ വെട്ടിമാറ്റിയ അതിശൂരൻ പിഞ്ചു കുഞ്ഞുങ്ങൾ പിടിച്ചു വാങ്ങി അരിഞ്ഞു തള്ളിയ അതീജൻ അതാ രോഗിയായി, വിരൂപനായി, ചീഞ്ഞളിയ ശരീരവുമായി വെള്ളത്തിൽ കീഴടങ്ങി. ഹെരോദാവിന്റെ മരണവരി ജോസഫും കുടുംബവും ഈജിപ്തിൽ പാർത്തു. അതിനുശേഷം അവർ ഗലീല എന്ന നസ്രത്ത് എന്ന ഗ്രാമത്തിൽ വന്നു. യേശു നസ്രത്തുകാരനെന്നും അന്നത്തെ അയ്യാറുകളെ നസ്രാണികളെന്നും പിൽക്കാലത്ത് അറിയപ്പെട്ടു. നസ്രത്തുകാർ ഒന്നടക്കം യേശുവിനെ സ്തുതിച്ചു തുടങ്ങി. ലോകത്തിലെങ്ങും പ്രകാശമായി മേവുന്നു ദേവാ യേശുദേവാ, ദൈവം കനിഞ്ഞ് ഞങ്ങൾക്കു നൽകിയ പുണ്യപ്രകാശമല്ലേ നീ, കനിവന്നിറകുടമല്ലേ, മാനവരാശിക്ക് സ്നേഹത്തിൻ ദീപമായി കാട്ടിത്തരേണമേ ദേവാ, കാട്ടിത്തരേണമേ ദേവാ.